ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ട്. അപ്പം ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ ഞാൻ ചൂലുമൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ, തൂത്തു വാരാനായിട്ട്. അപ്പം രാവിലത്തെ പണി അതാണ്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പം ഇതെല്ലാം തൂത്തുവാരി വൃത്തിയാക്കി കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കത്തുള്ളൂ കേട്ടോ. ആരും കഴിച്ചിട്ടില്ല. അപ്പം അത് കടയിലേക്ക് പോയിട്ടുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ കടയിലേക്ക് പോയേക്കുവാണ് അപ്പം. അതുകൂട്ടനും എഴുന്നേറ്റിട്ടൊന്നുമില്ല, അമ്മയുണ്ട്. അപ്പം നമ്മൾ രാവിലത്തെ കുറച്ച് പണികളൊക്കെ ഇങ്ങനെ ചെയ്ത് തീർക്കുവാണ് കേട്ടോ. അപ്പം നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ ആൻറ്റി കൊണ്ടു തന്നതാണ് കേട്ടോ. അപ്പോൾ അവരുടെ വീട്ടിൽ കൃഷി ചെയ്യുന്നതാണ് ഇതൊക്കെ. കോവയ്ക്കയും വെണ്ടയ്ക്കയൊക്കെ ഉണ്ട്. അപ്പം നല്ല വീട്ടിലെ നല്ല നാടൻ ഐറ്റം ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇതൊക്കെ. കറി വയ്ക്കുമ്പോഴത്തേനും മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ്. അവരുടെ വീട്ടിൽ എപ്പോൾ ഇത് പിടിച്ചാലും നമുക്കും കൊണ്ടു തരും. അപ്പോൾ ഇത് ഇന്ന് നമ്മൾ ചിക്കനാണ് കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അപ്പം എല്ലാം വാങ്ങിച്ചുകൊണ്ട് തന്നിട്ടുണ്ട്. ഇത് സോപ്പ് പൊടി, ഇത് ആദവിൻ്റെ എന്തോ കിൻഡർ ജോയ് ആണെന്നാണ് പറയുന്നത്. കിൻഡർ ജോയുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇതിനകത്ത്. പക്ഷേ ടോയ്സ് എന്തെങ്കിലുമൊക്കെ കാണും, അത് നല്ലതാണ് കേട്ടോ. മറ്റേ ഒറിജിനൽ കിൻഡർ ജോയ് കിട്ടുന്നതിനെക്കാട്ടി കുറച്ച് വലിപ്പമുള്ളതും കീ ചെയിനും ഒക്കെ കിട്ടാറുണ്ട്. അത് നല്ലൊരു സാധനമാണ്. അതിനകത്ത് ചോക്ലേറ്റ്സ് അത്ര നല്ലതൊന്നുമല്ല. അപ്പോൾ അത് ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി എല്ലാം മേടിച്ച് തന്നിട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ദേ സവാള അരിയാനായിട്ട് എടുത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പരിപാടിയിൽ നോക്കട്ടെ. മൊത്തം അരിയുന്ന പരിപാടിയൊക്കെ എനിക്കാണ് കേട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അമ്മ അടിപൊളി കറിയൊക്കെ വയ്ക്കും. ഹലോ, ഗുഡ് മോർണിംഗ്. ആ, വരൂ വരൂ. നേരെ കയറി ഇരുന്നേതോ, സീറ്റൊക്കെ നന്നായിട്ട്. പല്ല് കേൾക്കണ്ടേ? എന്നാ ബാത്റൂമിൽ പോയിട്ട് വാ. ആ, ബ്രഷ് എടുത്ത് തരട്ടെ? ഓക്കെ, പല്ല് വെച്ചോ. അപ്പുറത്തോട്ട് പൊക്കോ. പല്ല് തേച്ചിട്ട് വിളിക്കണേ കേട്ടോ. എല്ലാം ഇങ്ങോട്ട് ഇങ്ങോട്ട് കണ്ണടച്ചോ. ഇഷ്ടപ്പെട്ടോ? ആ, എനിക്കെന്തിനാ? ഓ, പിങ്ക് കളറ്. ആ, നാളെ അക്കുവിനൂടെ മേടിച്ചോണ്ട് വരണേ എന്നത്. ശരി. ചോറ് മതിയെന്ന്.
അമ്മ ചീനിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇടിയപ്പവും കിഴങ്ങേറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ലേറ്റായിപ്പോയി കഴിക്കാനായിട്ട്. ആദൂട്ടൻ ഇടയ്ക്ക് എഴുന്നേറ്റ് വന്നുകൊണ്ട് എനിക്ക് അവനെ കഴിപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കഴിക്കാൻ സമയം കിട്ടിയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സവാളയൊക്കെ അരിഞ്ഞ് വെക്കാനായിട്ട്. ടോയ്ക്കകത്ത് ഡിനോസറെ നമ്മൾ ശരിയാക്കി. ഇത് നോക്കിയിട്ട് അതിനകത്ത് എന്നാണ്ടേ അത് ഡിനോസർ കളഞ്ഞൊടിഞ്ഞൊക്കെ പോകണം. കാണിച്ചേ. ഇനി ഇത് എന്ത് പമ്പരം പമ്പരമല്ല, എന്തോ സംഭവം. ABCD ഇങ്ങനെ ഓരോ ഓർഡറിൽ കൊടുത്തേക്കുവാണ്. അങ്ങനെ ഞാൻ ആദൂട്ടിന് പമ്പരം സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനകത്ത് നോക്കി അവർ വേറെ ഏതൊക്കെ രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളത് ഇളക്കിയിട്ടൊക്കെ വേണം ചെയ്യാൻ. ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അപ്പം അത് കുറച്ച് നേരം അതിൻ്റെ പുറകിന് പോകേണ്ടി വന്നു. റെഡിയാക്കി ആദൂട്ടനല്ല ഞാൻ. ആദൂട്ട അത് കറക്കിയേ. കൊള്ളാല്ലേ. ഇനി ഞാൻ ഇങ്ങോട്ട് വന്നേ നോക്കട്ടെ. സൂപ്പർ. ഏതാപ്പാ ഏതാന്നോ ഉണ്ട്. സൂപ്പർ അല്ലേ. അങ്ങനെ ഞാൻ ആദൂട്ടനെ കഴിപ്പിച്ച് അവൻ്റെ കാര്യമൊക്കെ സെറ്റാക്കിയിട്ട് അവനെ കളിക്കാനായിട്ടൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് അപ്പായൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കിന്ന് ടെൻഷനില്ല. ആദൂട്ടാന്ന് കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കേണ്ട, അവർ നോക്കിക്കോളും. എന്നിട്ടേ ഞാനിവിടെ വന്നിരുന്നിട്ട് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെഴുക്കുവരട്ടിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. അതിനുള്ള വേണ്ടിയിട്ടുള്ള എല്ലാ സവാള എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അമ്മ അപ്പുറത്ത് കറി വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പുറത്ത് നമ്മൾ അടുപ്പിലാണ് വെക്കുന്നത് കേട്ടോ ചിക്കൻ കറി. അപ്പം നല്ല ടേസ്റ്റാണ് അടുപ്പിൽ വെക്കുമ്പോഴത്തേനും. ഇവിടെ എപ്പോഴും ചിക്കൻ കറിയും ബീഫായാലും എല്ലാം അടുപ്പിലാണ് വെക്കുന്നത്. അപ്പം നമ്മളിവിടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി നമ്മുടെ ആൻറ്റി തന്നു വിട്ടത്. അപ്പം നല്ല നാടൻ സാധനം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിച്ചാൽ ഞാൻ ഇങ്ങനെ വെക്കാറില്ല. ഇവിടുത്തെ ആയതുകൊണ്ടാണ് എനിക്ക് വെണ്ടയ്ക്ക ഇഷ്ടം. അല്ലാതെ എനിക്ക് വെണ്ടയ്ക്കയോട് വലിയ താല്പര്യമൊന്നും ഇല്ല. അപ്പം നമ്മുടെ ചിക്കൻ കറിയുടെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ എടുത്ത് നിരത്തി വെച്ചിരിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമ്മുടെ ഒരു പ്രത്യേകതരം മല്ലിയിലയാണ് കേട്ടോ. ഇത് നിങ്ങളുടെയൊക്കെ വീടുകളിലുണ്ടോ? ഇത് ഇവിടുത്തെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ള മല്ലിയിലയാണ് കേട്ടോ. അപ്പം അമ്മ സവാള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് നല്ല വിറകടുപ്പിൽ. അപ്പം കരിയാതെയൊക്കെ സൂക്ഷിച്ച് അതിനനുസരിച്ചുള്ള തീയൊക്കെ ഇട്ടിട്ടാണ് അമ്മ ചെയ്യുന്നത്. അത് ഒരു പ്രത്യേക സ്റ്റൈലാണ് കാണാൻ. നമ്മളെ കൊണ്ടൊക്കെ പറ്റത്തില്ല. ഞാനൊക്കെ ചെയ്യുകയാണെങ്കിൽ എപ്പോൾ കരിഞ്ഞെന്ന് ചോദിച്ചാൽ മതി. ഒന്നുകൂടെ ഇച്ചിരി പൊക്കി എറിയടാ. അപ്പാപ്പനെ വിളി. ഓ ശരി ശരി. എന്തുവാ അത്? അതെ, അതിന്റെ പേരെന്തുവാ? അത് കുഞ്ഞു മാങ്ങയാ. കുഞ്ഞു മാങ്ങയാ? ഇത് കുരുമുളകാ. മസാലയൊക്കെ ചേർത്ത് ചിക്കൻ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി തിളയ്ക്കണം. മസാല
ഗരം മസാല. മല്ലിയില ലാസ്റ്റ് അല്ലേ? മല്ലിയില ഇടുക. അങ്ങനെ നമ്മുടെ ഉച്ചഭക്ഷണം റെഡിയായി. ചോറ്, ചീനി വേവിച്ചത്, പിന്നെ ചിക്കൻ കറി, പിന്നെ നമ്മുടെ മെഴുക്ക് വരട്ടി എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് കഴിക്കാനായിട്ടുള്ള സമയമൊക്കെ ആയി, വിശപ്പായി തുടങ്ങി. അങ്ങനെ നമ്മളെല്ലാം എടുത്ത് കഴിക്കാൻ പോവാണ്. മെഴുക്ക് വരട്ടി. പിടിച്ചോ. ഇല്ല തിരിച്ചു വരുമ്പോ ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് പറയത്തില്ല, അന്നേരം അറിഞ്ഞാ മതി. ഇപ്പോഴല്ല, ഞാൻ വിളിക്കാൻ വരത്തില്ലേ അന്നേരം. വണ്ടി ടാറ്റാ. ഫ്ലൈങ് കിസ് അതൊന്നും ഇല്ല. ടീച്ചറിനെ കണ്ട പിന്നെ ആരെയും വേണ്ട. ഹായ്. ആദ്യവൻ്റെ സർപ്രൈസ് എത്തി. നമുക്ക് ഒന്നിച്ച് ട്യൂഷന് വിളിക്കാൻ പോവാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യവൻ്റെ അടുത്ത്, സർപ്രൈസാ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, ഒരു സർപ്രൈസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുവാന്നൊക്കെ ചോദിച്ചിട്ട് പോയിട്ടുണ്ട്. നിങ്ങൾ അവിടെ വെളിയിൽ നിൽക്കണം, ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം. അങ്ങനെ നമ്മുടെ കണ്ണനും പൊന്നൂസും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ആദൂട്ടനെ വിളിക്കാനായിട്ട് ഇവരെയും കൊണ്ട് പോകണം കേട്ടോ. ഇവർ വരുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു ആദൂട്ടന്. അപ്പം അവരിവിടെ മറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ആദൂ ആദൂ ആണോ? ഉറങ്ങിയ മോൻ ബോൾ കളിക്കാൻ പോന്നോ? എന്നാ വാ. വേണ്ട വേണ്ട, പോവാ നമ്മള്. ബൈ പറഞ്ഞിട്ടോ, ബൈ പറഞ്ഞിട്ട് വാ. ഉമ്മ കൊടുക്ക്, ഉമ്മ കൊടുക്ക്. വാ 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 ഇങ്ങോട്ട്.
അങ്ങനെ ഞാൻ അവരെ ഒളിപ്പിച്ചെടുത്തിട്ട് അവൻ ഒരു റിയാക്ഷനും ഇല്ലായിരുന്നു കേട്ടോ. അവൻ ഇങ്ങനെ നോക്കിയൊരു നാണക്കേടൊക്കെ ഉണ്ടായിരുന്നു, ഒരു പെട്ടെന്നങ്ങ് ഒരു നാണക്കേടായിപ്പോയി. അങ്ങനെ ഒരൊറ്റ ഓട്ടം ഓടിപ്പോയി. ഓടിയപ്പോഴത്തേക്ക് എനിക്ക് വീഡിയോ കട്ട് ചെയ്യേണ്ടി വന്നു, വണ്ടി വരുന്ന റോഡായതുകൊണ്ട്. അങ്ങനെ ആൾ തിരിച്ചു വന്നു കേട്ടോ. ഇത് അവൻ്റെ ടീച്ചറിൻ്റെ മോനാണ്. അപ്പോൾ നമ്മുടെ ഈ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരുടെ എന്നും ഒരു പന്ത് കളിയൊക്കെ ഉള്ളതാണ്. അങ്ങനെ റോഡിൻ്റെ നടുക്ക് നിന്ന് ഇങ്ങനെ പന്ത് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ പിടിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്നതാണ് ഏറ്റവും വലിയ പാട്. അപ്പോൾ ദേ അപ്പ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അത് ആദൂട്ടൻ ഇതുവരെ കണ്ടില്ല. അപ്പം ആദൂട്ടൻ ദേ ഇപ്പം കണ്ടിട്ടുണ്ട്. കണ്ടപ്പോൾ തന്നെ ആദൂട്ടൻ അപ്പൻ്റെ അടുത്തോട്ട് ഓടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണനും പൊന്നും വന്ന് അവന് ഉള്ളിലുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ടുണ്ട്. പക്ഷെ അവനതങ്ങോട്ട് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതേ അവർ സമയം കളയാതെ അവരുടെ കളികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അളിയനും അളിയനും തോളിക്കായിട്ട് ഒരു അമ്മ പെറ്റ അളിയന്മാരെ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ദിവസം ഇവർ രണ്ടുപേരും ഇവിടെ കാണും. അപ്പോൾ ഇനി നല്ല തകർപ്പൻ ഡേയ്സാണ് വരാൻ പോകുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ.